ക്ലാസ് ആരംഭിക്കുകയാണ്. അതായത് കേരള PSCയുടെ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്. കേരള PSC എന്ന് മാത്രമല്ല, ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിന് ജനറൽ ഇംഗ്ലീഷ് ഒരു എസെൻഷ്യൽ പാർട്ടാണ്. മിക്കവാറും 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ അതിൽ കൂടുതലുള്ള വലിയൊരു പാർട്ടാണ് ജനറൽ ഇംഗ്ലീഷ്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ജനറൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആരംഭിക്കുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഉള്ള ക്ലാസ്സുകളിൽ തുടർച്ചയായി നമ്മൾ ജനറൽ ഇംഗ്ലീഷിന്റെ ഓരോ ടോപ്പിക്കുകളായി ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ന് തുടക്കത്തിൽ നമ്മൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് ചർച്ച ചെയ്യുന്നത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും ആൾക്കാരെ കുഴക്കുന്ന ഒരു പ്രശ്നമാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇനി ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പക്ഷെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. വളരെ എളുപ്പത്തിൽ ചില കാര്യങ്ങൾ, സൂത്രവാക്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അപ്പൊ ആദ്യം നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്താണെന്ന് നോക്കാം. എന്താണ് അതിന്റെ പർപ്പസ്? ഓക്കെ, അപ്പൊ ആക്റ്റീവ് വോയിസിന്റെ പ്രത്യേകത, ആക്റ്റീവ് വോയിസ് സബ്ജക്ട് ഡസ് ദി ആക്ഷൻ. അതായത് കർത്താവാണ് ഇവിടെ ക്രിയ ചെയ്യുക. ഉദാഹരണത്തിന്, ഹി ഈറ്റ്സ് an apple. He eats an apple. He eats an apple എന്നുള്ളത് he ആണ് സബ്ജക്ട്, eats എന്നുള്ളത് verb, apple എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ്. ഇനി പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഈ സബ്ജക്റ്റിന് പകരം ഒബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കും. അതാണ് ഇത് പാസീവ് വോയിസ്. ഉദാഹരണത്തിന്, നമുക്ക് ഈ സബ്ജക്റ്റിൽ നമുക്ക് കൂടുതൽ പ്രാധാന്യം ആപ്പിളിനാണ് എങ്കിൽ നമ്മൾ ആപ്പിളിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കണം. എങ്ങനെ? An apple is eaten by him. An apple is eaten by him. ഒരു ആപ്പിൾ അവനാൽ കഴിക്കപ്പെടുന്നു. He eats an apple എന്ന് പറഞ്ഞാൽ അവൻ ആപ്പിൾ തിന്നുന്നു. An apple is eaten by him എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൾ അവനാൽ കഴിക്കപ്പെടുന്നു. അവരുടെ പ്രാധാന്യം ഏതിനാണ്? ആപ്പിളിനാണ്. ഇനി അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഒന്നാമത്തത്, പാസീവ് ആക്റ്റീവ് വോയിസ് പഠിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒന്ന്, അഥവാ ഒരു ഫോർമുല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. അതാണ് ഏത്? ഇത്. അതായത് B പ്ലസ് PP. B പ്ലസ് PP എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ PP എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 ഫോം ഓഫ് ദ വെർബ്. വെർബിന്റെ മൂന്നാമത്തെ രൂപം. റൈറ്റ്? The verb eat, ate, eaten. Eaten ആണ് V3 ഫോം. ഓക്കെ, do, does, did, done. അത് do, does ഇത് 2 പ്രൈമറി ഫോം ആണ്. did V2 ആണ്, ആൻഡ് done ആണ് V3 ഫോം. ഓക്കെ, ഉദാഹരണത്തിന് walk, walked, walked. ഓക്കെ, സോ B പ്ലസ് V3 ഫോം. ഇനി ഇത് ഈ PP ഫോം എന്നുള്ളത് എല്ലാ സിമ്പിൾ ടെൻസസും, ഏത് സിമ്പിൾ ടെൻസ് എടുത്താലും ഈ ഒരു ഫോം ആപ്ലിക്കബിൾ ആണ്. എളുപ്പത്തിൽ സിമ്പിൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ പ്രസന്റ്, simple past, simple future. Okay, so B plus PP is applicable to all the simple tenses. Any എന്താണ് B നമുക്ക് അതിലേക്ക് വരാം. അതുകൊണ്ട് ഇനി എല്ലാ കണ്ടിന്യൂസ് ടെൻസും, ഓക്കെ, എല്ലാ കണ്ടിന്യൂസ് ടെൻസും എടുത്താൽ അതിന്റെ ഫോം ഇതാണ് B plus B plus PP. ഓക്കെ, B plus B plus PP. ഇനി ഇത് ഞാൻ പറഞ്ഞു, എല്ലാ കണ്ടിന്യൂസ് ടെൻസുകളും ഈ ഒരു ഫോമിലാണ്, B plus B plus PP. ഇനി മറ്റൊന്ന്, എല്ലാ പെർഫെക്റ്റ് ടെൻസുകളും എടുത്ത് നോക്കുക. എല്ലാ പെർഫെക്റ്റ് ടെൻസ്, അതായത് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ ഈ 3 ടെൻസുകൾ എടുത്താൽ അതിന്റെ ഫോം B പ്ലസ് B പ്ലസ് PP. അതായത് എല്ലാ പെർഫെക്റ്റ് ടെൻസസും ഈ ഒരു ഫോമിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ കണ്ട ഇതാണ്. അതായത് ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആക്റ്റീവ് പാസീവ് വോയിസ് മനസ്സിലാക്കാം. ഇനി എന്താണ് B എന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്താണ് B? B എന്ന് പറഞ്ഞാൽ വെർബിന്റെ അടിസ്ഥാന രൂപത്തിലാണ് നമ്മൾ B എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഫോംസ് ഓഫ് B, അതായത് ബിക്ക് വ്യത്യസ്ത രൂപങ്ങളാണ്. അതായത് പ്രസന്റ് ടെൻസിൽ ബിയുടെ രൂപങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. അതായത് പ്രസന്റ് ടെൻസിൽ ബിയുടെ രൂപങ്ങളാണ് ഈസ്, ആം, ആർ. അതായത് ഈ 3 പ്രസന്റ് ടെൻസിൽ ബിയുടെ രൂപം.
ഇനി അതേ സമയത്ത് നോക്കുക പാസ്റ്റ് ടെൻസിൽ ബിയുടെ രൂപങ്ങൾ ഒന്നല്ല. പാസ്റ്റ് ടെൻസിൽ ബിയുടെ രൂപങ്ങളാണ് വാസ്, വെൻ. ഇനി ഫ്യൂച്ചറിലേക്ക് വന്നാൽ ഷാൽ, വിൽ. റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഫോംസ് ഓഫ് ബി ആണ്. ഫോംസ് ഓഫ് ബിയിൽ പ്രസന്റ് ടെൻസിൽ ഈസ് ആർ, പാസ്റ്റ് ടെൻസിൽ വാസ്, വെൻ, ആൻഡ് ഫ്യൂച്ചർ ടെൻസിൽ ഷാൽ അല്ലെങ്കിൽ വിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഇതേ സമയത്ത് ഫോംസ് ഓഫ് ബി ഇൻ പെർഫെക്റ്റ് ടെൻസസ്. ഇനി പെർഫെക്റ്റ് ടെൻസിൽ എടുത്താൽ ബിയുടെ രൂപങ്ങൾ ഏതാണ്? ഹാസും ഹാവും. ഇനി ഈ ഹാസും ഹാവും രണ്ട് കാര്യങ്ങൾ ഏതിലാണ്? പ്രസന്റിലാണ്, പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ. ഇനി ഈ ഹാസും ഹാവും നമ്മൾ ഫ്യൂച്ചറിലും വരുന്നുണ്ട്. ഓക്കെ. ഷാൽ ഹാവ്, വിൽ ഹാവ് തുടങ്ങിയ കാര്യങ്ങൾ ഹാവിൽ വെക്കാം. അതോടൊപ്പം തന്നെ ഹാഡ് ഉണ്ട്. ഈ ഹാഡ് എപ്പോഴും വെക്കാം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ, അതായത് പാസ്റ്റ് ടെൻസിന്റെ കൂടെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് ബി പ്ലസ് പി പി എന്ന് പറയുന്നത് എല്ലാ സിമ്പിൾ ടെൻസിന്റെ കൂടെ ബി പ്ലസ് പി പി ഉപയോഗിക്കുന്നു. എല്ലാ കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ ബി പ്ലസ് പി പി ഉപയോഗിക്കുന്നു. ഇനി പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ ബി പ്ലസ് പി പി ഉപയോഗിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് വരും. ഇനി രണ്ടാമത്തത് ബിയുടെ രൂപങ്ങൾ ഏതൊക്കെ? നമ്മൾ പറഞ്ഞു പ്രസന്റ് ടെൻസിന്റെ ബിയുടെ രൂപങ്ങൾ ഈസ് ആർ, പാസ്റ്റ് ടെൻസിലെ ബിയുടെ രൂപങ്ങൾ വാസ് ഓർ വെയർ, ആൻഡ് ഫ്യൂച്ചർ ടെൻസിലെ ബിയുടെ രൂപങ്ങൾ ഷാൾ ഓർ വിൽ. ഓക്കെ. അതുപോലെ പെർഫെക്റ്റ് ടെൻസിലെ ബിയുടെ രൂപങ്ങൾ ഹാസ്, ഹാവ്. അത് പ്രസന്റ് പെർഫെക്റ്റിലാണ്, പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. പാസ്റ്റിലേക്ക് വരുമ്പോൾ അത് ഹാഡ് ആയിട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ. ഇനി അറിയുന്ന മറ്റൊന്ന്, അതായത് എത്ര പാസീവ് ടെൻസുകൾ ഉണ്ട് എന്ന് അറിയണം. സാധാരണ നമ്മൾ എല്ലാവരും ടെൻസ് 3 കാലങ്ങൾ പഠിച്ചിട്ടുണ്ടാവും: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഇനി ഈ 3 ടെൻസുകൾക്കും 4 ഡിവിഷൻസ് വെച്ച്, അഥവാ 3 ടെൻസുകളെ ഇൻറ്റു 4 12 ഫോംസ് ആണ്. അതായത് സാധാരണയായി നമ്മൾ പറയുന്ന ആക്റ്റീവ് ടെൻസുകൾ എന്നറിയപ്പെടുന്നത് 12 ടെൻസ് ഫോംസ് ആണ്. ഓരോ ഫോമിനും 4 വെച്ചു. ഇനി അതേ സമയത്ത് അതായത് ഫോർ എക്സാമ്പിൾ പ്രസന്റ് ടെൻസ് എടുത്താൽ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി അതേ രീതിയിൽ പാസ്റ്റ് എടുത്താൽ പാസ്റ്റ് ഉണ്ട് 4 ഫോംസ്. അതായത് പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആൻഡ് ഫ്യൂച്ചർ എടുത്താൽ അതേപോലെ സിമ്പിൾ ഫോം ഉണ്ട്, കണ്ടിന്യൂസ് ഫോം ഉണ്ട്, പെർഫെക്റ്റ് ഫോം ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം ഉണ്ട്. പക്ഷേ നമ്മൾ പാസീവ് അല്ലെങ്കിൽ ആക്റ്റീവ് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പാസീവ് വോയിസിൽ നമുക്ക് ആകെ 8 ടെൻസുകൾ മാത്രമേ ഉള്ളൂ. പാസീവ് വോയിസിൽ ആകെ 8 ടെൻസാണ്. ഇനി ആ പാസീവ് വോയിസിൽ നമുക്ക് അറിയേണ്ടത് നോക്കുക ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സിമ്പിൾ പ്രസന്റ്, ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇനി ഇതിൽ 4ാമത്തെ ഫോം ഇല്ല. അപ്പോൾ പ്രസന്റ് ടെൻസിൽ 3 മാത്രം, അതായത് ഫസ്റ്റ് 3 മാത്രം: സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഇതേ രീതിയിൽ തന്നെ പാസ്റ്റ് ഉള്ളത്. ഏത്? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, 3. ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴോ, ഫ്യൂച്ചറിൽ നമുക്ക് ആകെ 2 എണ്ണേ ഉള്ളൂ. ഒന്ന്, അതായത് ഒന്നാമത്തത് സിമ്പിൾ ഫ്യൂച്ചർ, രണ്ടാമത്തതില്ല, അതുപോലെ 3ാമത്തത്. ഓക്കെ. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ടോട്ടൽ നമുക്ക് 8 ടെൻസസ് ആണ്. ഇനി എങ്ങനെയാണ് ഒരു സെന്റൻസിനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്കും പാസീവിൽ നിന്ന് ആക്റ്റീവിലേക്കും മാറ്റുകയാണ്? നമ്മൾ ആദ്യം റൂൾസ് നമ്മൾ പഠിച്ചു, ഓർത്തിരിക്കുക. ബി പ്ലസ് പി പി, ബി പ്ലസ് ബീങ് പ്ലസ് പി പി, ബി പ്ലസ് ബീങ് പ്ലസ് പി പി. ഓക്കെ. സോ 3 റൂൾസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. ഇനി നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ്, ഹിയർ ഐ ഹാവ് റിട്ടൺ ആൻ എക്സാമ്പിൾ. ഇവിടെ ഞാൻ എക്സാമ്പിൾ എഴുതി നോക്കുക. ഹി റൈറ്റ്സ് എ നോവൽ. ഇതൊരു ആക്റ്റീവ് വോയിസ് ഉള്ള ഒരു സെന്റൻസ് ആണ്. ആക്റ്റീവ് വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടെൻസ്. ഇനി ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ വെർബിന് എന്ത് മാറ്റം സംഭവിക്കുന്നതാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സബ്ജക്റ്റിനെ പറ്റിയോ ഒബ്ജക്റ്റിനെ പറ്റിയോ ഒന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ആദ്യം നോക്കുന്ന ഏതാണ്? റൈറ്റ്സ് എന്നുള്ള വെർബ് മാത്രം എടുക്കുക. അപ്പോൾ റൈറ്റ്സ് എന്നുള്ള വെർബ് മാത്രം എടുത്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അതായത് റൈറ്റ് ഞാൻ ഇപ്പോൾ നോക്കിയിട്ടുണ്ട്. അതായത് പ്രസന്റ് ടെൻസിൽ നമ്മൾ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ്. ഓക്കെ. അപ്പൊ ഈ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് എന്നുള്ളതിന് പാസീവിലേക്ക് മാറുന്നത് മാറ്റാവില്ല. നമ്മൾ പറഞ്ഞു ബി പ്ലസ് പി പി എന്നുള്ള ഫോമിലേക്ക് മാറുക, അതാ B3 ഫോമിലേക്ക്, അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? അതായത് ബി പ്ലസ് പി പി എന്നുള്ള ഫോമിലേക്ക് മാറ്റുമ്പോൾ പ്രസന്റ് ടെൻസിൽ ഈസ്, അതായത് സിംഗുലർ ആണെങ്കിൽ ഈസ്, അതായത് ഹീഷിന്റെ കൂടെ ഈസ് ചേർക്കും. ഈസ് പ്ലസ് V3, അതായത് ഈസ് V3 ഫോമാണ് റൈറ്റ്
wrote, written. അല്ലേ V3 ഫോം. അപ്പം is written. ഇനി am സബ്ജക്ട് I ആയി വരുന്ന കൂടിയാണെങ്കിൽ നമ്മൾ am ചേർക്കും. അപ്പൊ am written ആവും അല്ലെങ്കിൽ are written ആവും. അതായത് റൈറ്റ് എന്നുള്ള വേർബ് അല്ലെങ്കിൽ റൈറ്റ്സ് എന്നുള്ള വേർബ് അത് പാസീവിലേക്ക് മാറുമ്പോൾ ഈസ് റിട്ടൺ അല്ലെങ്കിൽ ആം റിട്ടൺ അതല്ലെങ്കിൽ ആർ റിട്ടൺ എന്നായി മാറും. ഓക്കെ, ഇതാണ് വേർബിൽ വരുന്ന മാറ്റം. അതായത് പ്ലൂറൽ ആണെങ്കിൽ ഇപ്പോ വി ആണ് സബ്ജക്ട് എങ്കിൽ, ദേ ആണെങ്കിൽ അല്ലെങ്കിൽ യു ആണ് സബ്ജക്ട് എങ്കിൽ ആർ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ മറന്നു വരുന്നത് റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് ആണെങ്കിൽ അത് ഈസ് റിട്ടൺ, ആം റിട്ടൺ, ആർ റിട്ടൺ. ഇനി റൈറ്റിന് പോലെ ഏത് വർബ് എടുത്താലും നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾ എടുക്കുക വാക്ക് എന്നുള്ള വർബാണ് എടുക്കുന്നതെങ്കിൽ വാക്ക് എന്നുള്ള V3 വാക്ക് 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 V3 വാക്ക്ഡ്. ഇപ്പൊ വാക്ക്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈസ് വാക്ക്ഡ്, ആം വാക്ക്ഡ്, ആർ വാക്ക്ഡ്. ഇതാണ് സംഭവിക്കുക അല്ലെങ്കിൽ വേർബിൽ വരുന്ന ചേഞ്ച് ആണ്. ഇത് സിമ്പിൾ ടെൻസ് അഥവാ സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി എളുപ്പമാണ്, വേറെ നോക്കാനില്ല. നോക്കുക, ഇപ്പൊ പാസ്റ്റ് റൈറ്റ് എന്നുള്ള വേർബിന്റെ പാസ്റ്റ് ഏതാണ്? റോട്ട് ആണ്. റൈറ്റ്, റോട്ട്. അപ്പൊ റോട്ട് എന്നുള്ള എന്ത് മാറ്റം വരിക? നോക്കുക, റോട്ട് എന്നുള്ള നമ്മൾ പറഞ്ഞു ബി പ്ലസ് പി പി എന്നായിരുന്ന ഫോം. ബി പ്ലസ് പി പി എന്ന ഫോമിൽ പാസ്റ്റ് ടെൻസിൽ ബിയുടെ രൂപങ്ങളാണ് വാസും വേറും. റൈറ്റ്, വാസ് ആൻഡ് വേർ. അപ്പൊ ഇനി ഇവിടെ നോക്കുക, അതായത് റോട്ട് എന്നുള്ളത് എന്തായി മാറും? വാസ് റിട്ടൺ ഓർ വേർ റിട്ടൺ ആയി മാറും. ഓക്കെ, സിംഗുലർ ആണെങ്കിൽ വാസ്, നമ്മൾ പറഞ്ഞു സിംഗുലർ പ്രസന്റ് ടെൻസിൽ ഈസ്, പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ വാസ് ആവും. ഇനി പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ പ്രസന്റ് ടെൻസിൽ ആറാണ്, പാസ്റ്റ് ടെൻസിൽ അത് വേർ ആയി മാറും. ഇനി അതേപോലെ ഇനി ഫ്യൂച്ചറിലേക്ക് വരിക. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞു വിൽ റൈറ്റ് ഓർ ഷാൾ റൈറ്റ്. ഐ ഷാൾ റൈറ്റ് എ ലെറ്റർ ഓർ വി വിൽ റൈറ്റ് എ ലെറ്റർ. ഓക്കെ, അപ്പോ ഐ ഷാൾ റൈറ്റ് അല്ലെങ്കിൽ വി ഷാൾ റൈറ്റ് എന്നാണെങ്കിൽ അതിന് വേണ്ടി ചേഞ്ച് നോക്കാം. ഷാൾ അല്ലെങ്കിൽ വിൽ ഇവിടെ ഉണ്ടാവും. വിൽ പ്ലസ് ബി പ്ലസ് റിട്ടൺ. ഓക്കെ, അതായത് ബി പ്ലസ് പി പി. ഫ്യൂച്ചർ ടെൻസിൽ ബിയുടെ ഫോം ഷാൾ ഓർ വിൽ. അപ്പോ ഷാൾ ഓർ വിൽ പ്ലസ് ബി പ്ലസ് റിട്ടൺ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ഇവിടെ ബി ഡയറക്റ്റ് ഉപയോഗിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? വിൽ എന്ന് പറയുന്നത് ഒരു മോഡൽ ഓക്സിലറി ആണ്. മോഡൽ ഓക്സിലറിയുടെ കൂടെ സാധാരണ ഇതിൽ ബേസ് ഫോം മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, പക്ഷെ ബേസ് ഫോം മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ ബേസ് ഫോമിനെ കാണിക്കാനാണ് ഏത് ചെയ്യാം? ഡി ഉപയോഗിക്കുക. അതായത് ഡി എന്ന് പറഞ്ഞാൽ റൂട്ട് വെർബാണ്, അടിസ്ഥാന ക്രിയക്കാണത് ഡി എന്ന് പറയാം. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു വിൽ റൈറ്റ് അല്ലെങ്കിൽ ഷാൾ റൈറ്റ് എന്തായി മാറും? വിൽ ബി റിട്ടൺ അല്ലെങ്കിൽ ഷാൾ ബി റിട്ടൺ ആയി മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ ഷാൾ റൈറ്റ് എ ലെറ്റർ എന്നുള്ളത് എ ലെറ്റർ ഷാൾ ബി റിട്ടൺ ബൈ മീ. എ ലെറ്റർ ഷാൾ ബി റിട്ടൺ എന്നായി മാറും. ഷാൾ ബി റിട്ടൺ ബൈ മീ. ഇനി അതിന്റെ കൺവേർഷൻ നമുക്ക് പഠിക്കാം, നോക്കണ്ട. ഈ വെർബിന്റെ ഫോംസ് മാത്രം പഠിക്കാം. ഇനി അടുത്തത് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ് ടെൻസ് പറഞ്ഞാൽ നമ്മൾ തുടർച്ചയായി പോകുന്ന കാര്യങ്ങൾ അല്ലേ? ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ദേ ആർ റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഓക്കെ, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസസ് ആണെങ്കിലോ നോക്കുക, ഇവിടെ കണ്ടിന്യൂസ് ആണ്. ഈസ് ആം പ്ലസ് ഐ എൻ ജി. ഇതാണ് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം. ഇനി പ്രസന്റ് കണ്ടിന്യൂസിനെ പാസീവിലേക്ക് മാറ്റിയല്ലോ. വെർബിന് വരുന്ന ചേഞ്ച് നോക്കാം. വെർബിന് ചേഞ്ച് വരുന്നത് ഈസ് ആം ആർ. ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ബീങ് പ്ലസ് റിട്ടൺ. ആൻഡ് ഇവിടെ നോക്കാം, ബീങ് കണ്ടിന്യൂസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ബീങ് ആഡ് ചെയ്തിട്ടുണ്ട്. BEING, റൈറ്റ്? ബീങ് പ്ലസ് V3 ഫോം, അതായത് റിട്ടൺ. അതായത് ബി പ്ലസ് ബീങ് പ്ലസ് PP. ദാറ്റ് വാസ് അവർ ഫോം അല്ലേ? അതാണ് നമ്മുടെ രൂപം. അപ്പൊ ബി പ്ലസ് ബിയുടെ രൂപങ്ങളാണ് ഏത്? പ്രസന്റ് ടെൻസിൽ ബിയുടെ രൂപങ്ങൾ നമ്മൾ കണ്ടു, ഈ സാമ്പാറാണ്. പ്ലസ് കണ്ടിന്യൂസിനെ കാണിക്കാൻ വേണ്ടി ബീയിങ് ഉണ്ട്, പിന്നെ V3 അഥവാ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിനെ കാണിക്കാൻ വേണ്ടി റിട്ടൺ ഉണ്ട്. ഇതാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈസ് ആമർ പ്ലസ് ing എന്താവും? ഈസ് ആമർ പ്ലസ് ബീയിങ് പ്ലസ് റിട്ടൺ. ഇനി ഇതേപോലെ പാസ്റ്റ് കണ്ടിന്യൂസ് എളുപ്പമാണ്. നോക്കുക, പാസ്റ്റ് കണ്ടിന്യൂസിൽ പാസ്റ്റില് രൂപങ്ങൾ ഏതൊക്കെയാണ്? ബിയുടെ രൂപങ്ങൾ വാസ് ഓർ വേർ. അപ്പോൾ വാസ് ഓർ വേർ പ്ലസ് ing. ഐ വാസ് റൈറ്റിംഗ് എ ലെറ്റർ, they were writing letters. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞു. പാസ്റ്റിലേക്ക് വരുമ്പോൾ എന്താവും? ഇവിടെ വാസ് ഓർ വേർ ഓൾറെഡി ഉണ്ട്. നോക്കാം, ബിയുടെ ഫോമാണ് വാസ് ഓർ വേർ പ്ലസ് ബീയിങ്. കണ്ടിന്യൂസിനെ കാണിക്കാൻ ബീയിങ് ഉപയോഗിച്ചു, റിട്ടൺ ഉപയോഗിച്ചു. ചേഞ്ചസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാസ് ഓർ വേർ അതായത് എല്ലാ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഇൻക്ലൂഡിംഗ് ഐ, എല്ലാ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഐ ഉപയോഗിക്കും, എല്ലാ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും
വേർ ഉപയോഗിക്കുന്നു. ഇപ്പൊ ദേ ആണ് സബ്ജക്റ്റ് എങ്കിൽ ദേ വേർ, വി ആണ് സബ്ജക്റ്റ് എങ്കിൽ വി വേർ. അല്ലെങ്കിൽ നമുക്ക് ഏത് ചോദിക്കാം, പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് നോക്കാം. ആദ്യം പ്രസന്റ് പെർഫെക്റ്റിന്റെ ഫോർമാറ്റ് ഏതാണ്? ഏത്? ഹാസ് ഓർ ഹാവ് പ്ലസ് റിട്ടൺ. ഓക്കെ, ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ, ഷീ ഹാസ് റിട്ടൺ എ ലെറ്റർ. ഓക്കെ, സോ ദിസ് ഈസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇനി അത് പാസീവിലേക്ക് മാറ്റുമ്പോൾ വെർബിന് വരുന്ന ചേഞ്ച് എന്താണ്? ഹാസ് ഓർ ഹാവ് പ്ലസ് റിട്ടൺ ആണ്. ഇതിൽ വരുന്ന ഒരേ ഒരു ചേഞ്ച് ആണ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ റിട്ടൺ. ഓക്കെ, അതായത് ബി പ്ലസ് ബീൻ പ്ലസ് PP or V3 form. All perfect tenses have V3 form. അല്ലെ, എല്ലാ പെർഫെക്റ്റ് ടെൻസുകളും V3 ഫോമിലാണ് അഥവാ PP ഫോമിലാണ് ഉള്ളത്. മൂന്നാമത്തെ വെർബിന്റെ മൂന്നാമത്തെ രൂപത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇതിന് വെർബിന്റെ ഫോമിനെ കുറിച്ച് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് ചിന്തിക്കണ്ടു? ഇവിടെ ബീൻ ആഡ് ചെയ്തെന്ന് മാത്രം ഓർക്കാം. ഓക്കെ, അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് റിട്ടൺ ആണ്. ഇനി ഹാഡ് പ്ലസ് റിട്ടൺ ആകുമ്പോൾ ഈസിയാണ്. പാസ്റ്റിലേക്ക് വരുമ്പോൾ, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റില് ഹാവ് ഹാസിനുള്ള സിംഗിൾ ആയിട്ട് ഒറ്റ രൂപമേ ഉള്ളൂ, അത് ഹാഡ് ആണ്. ഓക്കെ, അപ്പൊ ഹാഡ് റിട്ടൺ എന്നുള്ളത് എന്തായി മാറും? ഹാഡ് ബീൻ റിട്ടൺ എന്നായി മാറും. ഓക്കെ, ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ. ഓക്കെ, എ ലെറ്റർ ഹാഡ് ബീൻ റിട്ടൺ ബൈ മീ. ഓക്കെ, ഐ ഹാഡ് റിട്ടൺ എ ലെറ്റർ ഹാഡ് ബീൻ റിട്ടൺ ബൈ മീ. ഇനി ഷാൾ ഓർ വിൽ, നമ്മൾ ഫ്യൂച്ചറിലേക്ക് വരിക. ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് വരുമ്പോൾ ഷാൾ ഓർ വിൽ, ഫ്യൂച്ചറിൽ ഷാൾ ഓർ വിൽ കമ്പൽസറി ആണ്. ഇനി ഫ്യൂച്ചർ ഷാൾ ഓർ വിൽ ഉണ്ട്. ഹാവ് പെർഫെക്റ്റ് ടെൻസിൽ എല്ലാ പെർഫെക്റ്റ് ടെൻസിലും ഹാവിന്റെ രൂപങ്ങളുണ്ട്. പ്രസന്റിൽ ഹാവ് ഹാസ് ഉണ്ട്, ഇവിടെ ഹാഡ് ഉണ്ട്. ഫ്യൂച്ചറിൽ വരുമ്പോൾ ഹാവ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഷാൾ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് റിട്ടൺ ആണ്. ഇനി ഇവിടെയും ഒറ്റ ചേഞ്ച് വരുന്നുള്ളൂ, നമ്മൾ ബീൻ അവിടെയാണ്. ഓക്കെ, അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്. അതിൽ ഒറ്റ കാര്യമാക്കുക, വെർബിന്റെ കൂടെ ബീൻ ആഡ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ അതായത് ഹാവ് ഹാസ് പ്ലസ് ബീൻ പ്ലസ് റിട്ടൺ എന്നാക്കി മാറ്റുക. അപ്പൊ ഇതാണ് വെർബിൽ വരുന്ന ചേഞ്ച്. ഇനി ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ പിന്നെ നിങ്ങൾ പാസീവ് വോയിസ് പഠിച്ചു. ഇതിന് മറ്റൊന്നും പുതിയ ചെയ്യാനില്ല, ഇനി എളുപ്പമാണ്, വേറെ നോക്കാനില്ല. അപ്പൊ നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഇതേപോലെ ഒരു എക്സാമ്പിൾ, ഹി റൈറ്റ്സ് എ നോവൽ. ഹി എന്നുള്ളത് സബ്ജക്റ്റ് ആണ്, റൈറ്റ്സ് എന്നുള്ള വെർബാണ്, എ നോവൽ ഒബ്ജക്റ്റ് ആണ്. ഹി അതായത് സിംപിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ് അല്ലേ. അപ്പൊ ഹി റൈറ്റ്സ് എ നോവൽ എന്നുള്ളതിൽ നമ്മൾ പാസീവ് വോയിസിൽ വരുന്ന ചേഞ്ചസ് ഇത്രയും നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ ഒന്ന് പ്ലേസ് മാറ്റിയിടും. അവരെ തമ്മിൽ നമ്മളൊന്ന് സ്വിച്ച് ചെയ്യും. അതായത് ഇവിടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇവിടെയുള്ള സബ്ജക്ട് ഹി എന്നുള്ളത് ഒബ്ജക്റ്റിൽ മാറും. ഈ ഒബ്ജക്റ്റ് ആയ എ നോവൽ എന്ത് ചെയ്യും, സബ്ജക്ട് സ്ഥാനത്തേക്ക് വരും. ഞാൻ പറഞ്ഞു ആക്റ്റീവ് പാസീവ് വോയിസിൽ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. അപ്പൊ ഹി റൈറ്റ്സ് എ നോവൽ എന്നുള്ളതിൽ ഹീക്കായിരുന്നു പ്രാധാന്യം. ഇനി ഹി റൈറ്റ്സ് എ നോവൽ, അതായത് നോവലിനെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നോവലിനെ സബ്ജക്ട് സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യും, എ നോവൽ. ഇനി വേർബ് നമ്മൾ പറഞ്ഞു അല്ലെ, വേർബിൽ ബി പ്ലസ് ബി പി ആണ്. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ റൈറ്റ്സ് അല്ലെങ്കിൽ റൈറ്റ് എന്നുള്ളത് ഈസ് റിട്ടൺ, ആൻഡ് റിട്ടൺ അല്ലെങ്കിൽ ആർ റിട്ടൺ ആയി മാറും. ഇവിടെ എ നോവൽ എന്നുള്ളത് സിംഗുലർ ആണ്, ഏകവചനമാണ് അല്ലെ. സിംഗുലർ എ നോവൽ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഏതാണ് വരിക, ഈസ് ആണ് വരിക അല്ലെ, ഈസ് ആണ് വരിക. അപ്പൊ അങ്ങനെയാകുമ്പോൾ എ നോവൽ ഈസ് റിട്ടൺ. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാസീവ് വോയിസ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബൈ ഫ്രേസ് ആഡ് ചെയ്യണം. അതായത് സബ്ജക്റ്റിനെ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന സബ്ജക്റ്റിന് തൊട്ട് മുമ്പായി നമ്മൾ ബൈ ഫ്രേസ് ആഡ് ചെയ്യണം. അഥവാ ബൈ ആഡ് ചെയ്തിട്ട് ബൈ ഹിം, അതായത് ആരാൽ ചെയ്യപ്പെട്ടു എന്ന് പറയണം. ഇവിടെ എന്താണ്, എ നോവൽ ഈസ് റിട്ടൺ ബൈ. ഇനി ഹി എന്നുള്ളതിന് നമ്മൾ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് എന്താവും, ഹിം ആയി മാറും. ഓക്കെ, എ നോവൽ ഈസ് റിട്ടൺ ബൈ ഹി. ഷീ ആണ് സബ്ജക്റ്റ് എങ്കിൽ അത് ഹെർ ആയി മാറും. ദേ ആണെങ്കിൽ ദം ആയി മാറും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല വേർഡ്സിനും ചേഞ്ചസ് വരാറുണ്ട്. ആ ചേഞ്ചസ് ഞാൻ ഓൾറെഡി സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങൾ സ്ക്രീനിൽ കണ്ടാൽ മതി ഏതൊക്കെ സംഭവിക്കും. അപ്പൊ ഇതാണ് പാസീവ് വോയിസ്. അപ്പൊ ഇനി ഏത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. ഒറ്റ കാര്യമുള്ളൂ, വെർബിന്റെ കൺവേർഷൻ എപ്പോഴും ഓർത്തിരിക്കുക. വെർബിനല്ല സബ്ജക്റ്റിന് ഒബ്ജക്റ്റ് നമ്മൾ സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റ് സ്ഥാനത്തേക്ക് എത്തുന്ന സബ്ജക്റ്റിന് തൊട്ട് മുമ്പായിട്ട് ബൈ ആഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി ചില കോണ്ടെക്സ്റ്റിൽ നമ്മൾ ബൈ ഉപയോഗിക്കാറില്ല. ബൈ ഉപയോഗിക്കാത്ത കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ബൈ മീ എന്ന് ചിലപ്പോൾ പല കോണ്ടെക്സ്റ്റിൽ പറയേണ്ടി വരാറില്ല. അപ്പോൾ ചില കോണ്ടെക്സ്റ്റിൽ മാത്രം നമ്മളത് ഒഴിവാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ചില എക്സാമ്പിൾസ് കൂടി ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്കുള്ള കൺവേർഷൻ.
അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതുപോലെ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ് PSC മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ SLC മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഗ്രാമർ, SLC മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഗ്രാമർ ആവശ്യമാണ്. അപ്പോൾ ഈ ബേസിക്സ് ആയുള്ള ഗ്രാമറിന്റെ കുറച്ച് ലെസൺസ് ആണ് ഇനി കണ്ടിന്യൂഷൻ ആയ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.